പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPIM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും നേതാക്കൾ ആഞ്ഞടിച്ചു. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കുറ്റപ്പെടുത്തി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയൊക്കെ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിവരങ്ങൾ എന്താണ് ഷഫീദ്? രജിത, തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായ ചർച്ച അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിരോധമാണെന്ന് ചില അംഗങ്ങൾ ചർച്ചയിൽ പറഞ്ഞു. CPIയിൽ വരുന്നത് പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള ചില അംഗങ്ങൾ വിമർശനം അത് CPIM സംസ്ഥാന കമ്മിറ്റിയിലും ഉയർത്തിയിട്ടുണ്ട്. കനത്ത തോൽവി കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിമർശനമുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. നവകേരള സദസ്സ് വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയത് തോൽവിയുടെ ആക്കം കൂട്ടി. ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരാജയപ്പെട്ടു എന്നാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ചില നേതാക്കന്മാർക്ക് നാക്കവീഴ്ച സംഭവിച്ചതായും വലിയ ചർച്ചയായി. നേതാക്കന്മാരുടെ പേര് പറയാതെയായിരുന്നു പരാമർശമുണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റി നാളെ അവസാനിക്കും. അതിനുശേഷമായിരിക്കും തിരുത്തൽ രേഖ പാർട്ടി തയ്യാറാക്കുക. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിൽ സ്വന്തം മന്ത്രിക്ക് ഉൾപ്പെടെ വിമർശനം. സംസ്ഥാന സർക്കാർ പരാജയമാണ് എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. മന്ത്രി GR അനിലും ഭക്ഷ്യവകുപ്പും നാടിന് നാണക്കേട്. ധനമന്ത്രി ഉൾപ്പെടെ ഒരു മന്ത്രിമാരെ കൊണ്ടും ജനങ്ങൾക്ക് പ്രയോജനമില്ല. സർക്കാർ തെറ്റിദ്ധരുത്താൻ തയ്യാറായില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPIMനെ പ്രതിരോധത്തിലാക്കിയ വിവാദ പരാമർശങ്ങളിൽ G. സുധാകരനെ വിമർശിച്ച H. സലാം MLA. തെരഞ്ഞെടുപ്പിൽ പാർട്ടി തിരിച്ചടി നേരിടുന്നത് ആദ്യമായല്ല. G. സുധാകരന്റെ മോദി പ്രശംസ അത്ഭുതപ്പെടുത്തിയെന്നും H. സലാം പ്രതികരിച്ചു. H. സലാം G. സുധാകരനെ കുറ്റപ്പെടുത്തുന്നത് മതതീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാണെന്ന് BJP ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് തിരിച്ചടിയായതിന് പിന്നാലെ G. സുധാകരൻ 24നോട് പറഞ്ഞ കാര്യങ്ങളാണ് H. സലാം ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചത്. പാർട്ടി കോട്ടകളിൽ പോലും വോട്ട് ചോർന്നെന്നായിരുന്നു G. സുധാകരന്റെ കുറ്റപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്നത് ആദ്യമായിട്ടല്ലെന്ന് H. സലാമിന്റെ മറുപടി. ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം ഉണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് ബഹുമാന്യായ ഗൗരിയമ്മ പാർട്ടി കിട്ടുന്ന സമയം, തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതം ഉണ്ടായൊരു സന്ദർഭം. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. അമ്പലപ്പുഴ, കായംകുളം മേഖലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന G. സുധാകരന്റെ ആക്ഷേപം H. സലാം തള്ളി. KR ഗൗരിയമ്മ CPIM വിടാനുള്ള കാരണം ആരാണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാമെന്നും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ പലതും പറയേണ്ടി വരുമെന്നും സലാം തിരിച്ചടിച്ചു. നരേന്ദ്രമോദി ശക്തനായ നേതാവാണെന്ന G. സുധാകരന്റെ പരാമർശത്തെയും വിമർശിച്ചു. H. സലാമിന്റെ പ്രതികരണത്തിന് പിന്നാലെ G. സുധാകരനെ പിന്തുണച്ച BJP രംഗത്തെത്തി. H. സലാം G. സുധാകരനെ വിമർശിക്കുന്നത് ലഹരി മാഫിയയും മതതീവ്രവാദികളെയും തൃപ്തിപ്പെടുത്താനെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 ആലപ്പുഴ. മൂന്നാർ വ്യാജപ്പട്ടയവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് കണ്ടെത്തിയ രാജൻ മതേക്കർ റിപ്പോർട്ടിൽ CBI അന്വേഷണത്തിന്റെ സാധ്യത തേടി ഹൈക്കോടതി. സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 2004 അന്നത്തെ ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 1992 മുതൽ 2003 വരെ ഇടുക്കിയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരാണ് സംശയനിഴലിൽ ഉള്ളത്. കണ്ണൂർ തലശ്ശേരിയിൽ പറമ്പിൽ തേങ്ങ പെറുക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ചു. എരഞ്ഞോളി കുടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. പാത്രമാണെന്ന് കരുതി തുറക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നാണ് നിഗമനം. ഇന്നുച്ചയ്ക്ക് 12:45 എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ സ്ഫോടനമുണ്ടായത്. 4 വർഷമായി ആൾതാമസമില്ലാത്ത വീടും സ്ഥലവും. ഇവിടെ പൊഴിഞ്ഞു വീഴുന്ന തേങ്ങ ശേഖരിക്കാനാണ് അയൽവാസിയും 80കാരനുമായ വേലായുധനെത്തിയത്. ഇതിനിടെ ലഭിച്ച സ്റ്റീൽ പാത്രം ബോംബെന്നറിയാതെ തുറക്കാൻ ശ്രമിച്ചതോടെയാകാം സ്ഫോടനമെന്നാണ് പോലീസ് നിഗമനം. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും കളക്ട് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ ബോംബുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കണം. ബോംബ് സ്ക്വാഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയതായിട്ട്
പൊടിഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. സ്ഫോടനത്തിൽ വയോധികന്റെ ഇരുകൈകളും ചിതറിത്തെറിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ വേലായുധനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേലായുധൻ സ്ഥിരമായി ഇവിടെ തേങ്ങ ശേഖരിക്കാൻ എത്താറുണ്ടായിരുന്നുവെന്ന് അയൽവാസി പറയുന്നു. അല്ല, ഞാൻ അറിഞ്ഞു 1 മണിക്ക് സൗണ്ട് കേട്ടിന്. പക്ഷെ ഇവിടെ ഇതിന്റെ വേക്കിൽ തന്നെ 2 അവിടെ ആ പറമ്പ് ഒഴിഞ്ഞ പറമ്പായിട്ട് കിടക്കുക. ഇത് മൊത്തം അത് ഈ കണ്ടോ? ഈ പൊട്ടിത്തെറിക്ക് ശേഷം അവിടെ നോക്കിയോ? ഞാൻ നോക്കുമ്പോ ആംബുലൻസ് എന്റെ ചെന്ന് നോക്കി. അന്നേരം വണ്ടി അന്നേരം അറിയുന്നത്. സ്ഥലത്ത് ബോംബ് ഡോഗ് സ്ക്വാഡുകളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. എന്നാൽ കൂടുതൽ ബോംബുകൾ കണ്ടെത്താനായില്ല. ബോംബ് ഇവിടെ ഉപേക്ഷിച്ചതോ ഒളിപ്പിച്ചതോ പിന്നിലാര്? ഇക്കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് പോലീസ്. 24 കണ്ണൂർ. കാക്കനാട് DLF ഫ്ളാറ്റിൽ 300-ലധികം പേർക്ക് ഛർദിയും വയറിളക്കവും. കുടിവെള്ളത്തിൽ ബാക്ടീരിയ സാന്നിധ്യമെന്ന് സംശയം. ആരോഗ്യ പ്രശ്നമുണ്ടായത് വെള്ളത്തിൽ നിന്ന് തന്നെയെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. കാക്കനാട് DLF ഫ്ളാറ്റിലെ 340 പേർ രോഗാവസ്ഥയിലാണ്. വയറിളക്കവും ഛർദിയും കാരണം നിരവധി പേർ ചികിത്സ തേടി. കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മെയ് മാസത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ നടത്തിയ പരിശോധനയിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും അസോസിയേഷൻ വേണ്ട നടപടിയെടുത്തില്ല എന്നാണ് താമസക്കാരുടെ ആരോപണം. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ്. ആരോഗ്യ വകുപ്പിന്റെ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത്. അതുമാത്രമല്ല, ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവരെ, രോഗലക്ഷണങ്ങളുള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കിണർ, വാട്ടർ അതോറിറ്റി എന്നിങ്ങനെ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നത്. ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സോഴ്സിൽ നിന്നും സാമ്പിൾ എടുത്തുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. Long discussion with the health department yesterday. They have spent more than 3 hours with us. They have gone around our facilities. They have seen all our, pumping stations, cleaning stations, our water treatment plants. നഗരസഭാ അധികൃതരും MLA ഉമാ തോമസും ഫ്ളാറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ജില്ലാ കളക്ടർ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി. CMR ലെക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നടപടി. കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. കേസിൽ ഇരുവരും മറുപടി നൽകണം. മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബുവിന്റെ ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും G. ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും നേരത്തെ തള്ളിയിരുന്നു. അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം. ഇതിനെതിരെയാണ് ഇരുവരും 2 ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമപോരാട്ടത്തിന് ആത്മവിശ്വാസം നൽകുന്ന നടപടിയെന്ന് മാത്യു കുഴൽനാടൻ 24നോട് പറഞ്ഞു. കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു, ഫയൽ സ്വീകരിക്കരുതെന്നുള്ള പോലെ. ആ ഭാഗം കോടതി ക്ലാരിഫൈ ചെയ്ത് അക്വിറ്റ് ചെയ്ത് ഹർജി ഫയൽ സ്വീകരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്താണ് സ്വാഭാവിക നടപടിയാണ്. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് ഒരു കാരണം മാസപ്പടി വിവാദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ അനുമതിയോടെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് പോയതെന്നും പ്രതിപക്ഷ നേതാവ്. തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ
UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, VK ഇബ്രാഹിം കുഞ്ഞ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് G ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം. പിണറായി വിജയനും വീണ വിജയനുമെതിരെയാണ് മാത്യു കൊളുനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത്. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ചരിത്ര ഉത്തരവിൽ ഒപ്പുവെച്ച് മന്ത്രി പദവിയിൽ നിന്ന് K രാധാകൃഷ്ണൻ പടിയിറങ്ങി. പട്ടിക വിഭാഗക്കാർ അധിവസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് ഉത്തരവായത്. ഇതിന് പിന്നാലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയ K രാധാകൃഷ്ണൻ നിയമസഭാ അംഗത്വവും ഒഴിഞ്ഞു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് രാജി. പട്ടികജാതി പട്ടികവർഗക്കാർ കൂടുതലായി താമസിക്കുന്ന മേഖലകൾ കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് അവമതിപ്പിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പദങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം. പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പദങ്ങളോ പ്രാദേശികമായി തിരഞ്ഞെടുക്കുന്ന കാലാനുസൃതമായ പേരുകളോ ഉപയോഗിക്കാം. പാർലമെന്റിലേക്ക് പോകാൻ മന്ത്രിപദത്തിൽ നിന്ന് പടിയിറങ്ങും മുമ്പ് സുപ്രധാന ഉത്തരവിൽ K രാധാകൃഷ്ണൻ ഒപ്പുവെച്ചു. പിന്നീട് ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകി. അപ്പോൾ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലുണ്ട്. അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ ലാസ്റ്റ് മൊമെൻറ്റിലത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം, കോളനി എന്നുള്ള വാക്ക്. കാരണം ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. സ്പീക്കറെ സന്ദർശിച്ച് നിയമസഭാംഗത്വവും രാജിവെച്ചു. പട്ടിക വിഭാഗക്കാരായ യുവജനങ്ങൾക്കായി തുടങ്ങിയ ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനമാണ് മന്ത്രി എന്ന നിലയിൽ K രാധാകൃഷ്ണൻ പങ്കെടുത്ത അവസാന പരിപാടി. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ പാർലമെന്ററി കാര്യ ദേവസ്വം വകുപ്പുകൾ തൽക്കാലം മുഖ്യമന്ത്രി ഏറ്റെടുക്കും. 3 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം പുതിയ മന്ത്രിയെ തിരഞ്ഞെടുക്കും. മാനന്തവാടിയിൽ നിന്നുള്ള OR കേളു മന്ത്രിസ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയും നടപ്പാക്കിയുമാണ് മന്ത്രിപദത്തിൽ നിന്നും ഒഴിയുന്നത്. വിവാദങ്ങളുടെ കേന്ദ്രമായ ദേവസ്വം ബോർഡിനെ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാനായി എന്നതും പ്രത്യേകതയാണ്. 24 തിരുവനന്തപുരം. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവന്ന 3 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. CPIയുടെ PP സുനീർ, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി, മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവരാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഇടതുമുന്നണിക്ക് 2 പേരെയും UDFന് ഒരാളെയും വിജയിപ്പിക്കാൻ സാധിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സേലം സ്വദേശി ഡോക്ടർ പത്മരാജന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. ഇതോടെ മത്സരരംഗത്ത് മുന്നണി സ്ഥാനാർത്ഥികളായ 3 പേർ മാത്രമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് 3 മണിക്ക് അവസാനിച്ചതോടെ ഭരണാധികാരിയായ നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബി വിജയികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരേ സർക്കാർ തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വരുന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ അപൂർവമാണ്. ഗംഗാമാതാവ് തന്നെ ദത്തെടുത്തെന്നും നരേന്ദ്രമോദി വാരാണസിയിൽ പറഞ്ഞു. PM കിസാൻ സമ്മാന്റെ 17ാം ഗഡുവായി 20,000 കോടി രൂപ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. इसी क्रम में मैं अनुरोध करूंगी माननीय कृषि मंत्री भारत सरकार से 3ാമതും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ എത്തിയത്. വാരണാസിയിലെ ജനങ്ങൾ തന്നെ അനുഗ്രഹിച്ചെന്ന് നരേന്ദ്രമോദി. തന്റെ ആദ്യ തീരുമാനം കർഷകർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി PM കിസാൻ സമ്മാന്റെ 17ാം ഗഡുവായി 20,000 കോടി രൂപയുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. इस चुनाव में देश के 64 करोड़ से ज्यादा लोगों ने मतदान किया है. पूरी दुनिया में इससे बड़ा चुनाव कहीं और नहीं होता है. കാശിയിലെ ജനങ്ങൾ MP ആയി മാത്രമല്ല പ്രധാനമന്ത്രിയായാണ് തന്നെ തെരഞ്ഞെടുത്തതെന്ന് നരേന്ദ്രമോദി. 60 വർഷത്തിനിടെ ഒരു സർക്കാരിനും ഹാട്രിക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2019-ൽ 5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി ഇത്തവണ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വാരണാസിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. 24 ഡൽഹി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളെ മെരുക്കാൻ BJP നീക്കങ്ങൾ തുടങ്ങി. പുതിയ സ്പീക്കറെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കും. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകളും BJP തുടങ്ങി. ഇന്ത്യ മുന്നണി തെലുങ്കുദേശത്തെ ലക്ഷ്യമിട്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. NDAയിൽ ഭിന്നതയുണ്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് BJP വിലയിരുത്തൽ.
ഈ സാഹചര്യത്തിൽ പുതിയ സ്പീക്കറായി പരിഗണിക്കേണ്ടയാളെ പ്രധാനമന്ത്രി ജൂൺ 25 നിർദ്ദേശിക്കും. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന പേരിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെലുങ്കുദേശം എതിർക്കില്ല എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ജൂൺ 26 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകളും സമാന്തരമായി BJP ആരംഭിച്ചു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ. മഹാരാഷ്ട്രയിൽ ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് JDS കേരള ഘടകം. ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിച്ചു. BJPക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഘടകമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്യു ടി തോമസ് പറഞ്ഞു. RJD ലയിക്കാൻ ആലോചിച്ചിട്ടില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന JDS സംസ്ഥാന നേതൃയോഗത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമായത്. ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിച്ചെന്നും പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമെന്നും മാത്യു ടി തോമസ്. ഒരു രൂപത്തിലും BJPയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വാഭാവികമായും ജനതാദൾ എസ് എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. കേരളത്തിലെ പാർട്ടി BJP വിരുദ്ധ നിലപാടുമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. RJD ലയിക്കാൻ ആലോചനയില്ല. പുതിയ പാർട്ടിയുടെ പേരിൽ ജനതാദൾ ഉണ്ടാകും. അതിലാകും 2 MLA-മാർ ഉൾപ്പെടുന്ന കേരള ഘടകം ലയിക്കുക. നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും പാർട്ടി രൂപീകരണം. ദേശീയ തലത്തിൽ NDA മുന്നണിയുടെ ഭാഗമായ JDS കേരളത്തിൽ LDF-ൽ തുടരുന്നത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ഈ സമ്മർദ്ദം മറികടക്കാനാണ് JDS കേരള ഘടകത്തിന്റെ നീക്കം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ സുഹൃത്തായ യുവാവ് അറസ്റ്റിൽ. നെടുമങ്ങാട് സ്വദേശി ബിനോയിയാണ് പോക്സോ ചുമത്തി പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്ത്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ തുടക്കം മുതൽ ആരോപണം നീണ്ടത് നെടുമങ്ങാട് സ്വദേശി ബിനോയിയുടെ നേർക്കായിരുന്നു. ഇതിനെ തുടർന്നാണ് പൂജപ്പുര പോലീസ് ബിനോയിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ആത്മഹത്യയ്ക്ക് കാരണം സൈബർ ആക്രമണമല്ല, ബിനോയിയുടെ പീഡനമാണെന്ന് കുടുംബം പരാതി കൂടി നൽകിയതോടെ ബിനോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 21-കാരനായ ബിനോയും ഇൻസ്റ്റഗ്രാം താരമാണ്. ആത്മഹത്യാ പ്രേരണ, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പെൺകുട്ടിയുമായി ഏറെക്കാലം അടുപ്പമുണ്ടായിരുന്നു ബിനോയിക്ക്. ബന്ധം അവസാനിപ്പിച്ചതോടെ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വീഡിയോ എടുക്കുന്നില്ല, പിണങ്ങി എന്നുള്ള ഇതാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. അത് കാരണം തന്നെ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പെൺകുട്ടിക്കും വരാൻ പാടില്ല. അതിന് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടൂലല്ലോ, മോള് മരിച്ചു. ഇനി ഇതുപോലെ ഒരു കുടുംബത്തിലും ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. പ്രതിയുടെ മൊബൈൽ ഫോണടക്കം ഇനി വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. സൈബർ ഇടത്തിൽ അധിക്ഷേപം നടന്നിട്ടില്ലെന്നാണ് നിലവിൽ കുടുംബം പറയുന്നത്. എങ്കിലും പ്രത്യേക സൈബർ സംഘം ആവശ്യവും പരിശോധിക്കുന്നുണ്ട്. കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിനോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തേക്കും. 24 തിരുവനന്തപുരം. കൊല്ലം അഞ്ചലിൽ CPIM നേതാവിന്റെ പരാതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI അനിൽകുമാർ, CPO ഷമീർ എന്നിവർക്കെതിരെയാണ് നടപടി. ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നാണ് CPIM നേതാവ് രവീന്ദ്രനാഥിന്റെ പരാതി. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് ഈ CPIM നേതാവ് ഉയർത്തിയ പരാതി? അതിൽ വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു ജയശങ്കർ. അതായത് കൊല്ലം അഞ്ചൽ സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗ്രേഡ് SI അനിൽകുമാർ, CPO ഷമീർ എന്നിവർക്കാണ് സസ്പെൻഷൻ. CPIM നേതാവ് രവീന്ദ്രന്റെ പരാതിയിലാണ് നടപടി. ഒരു അടിപിടി കേസ് ഒത്തുതീർപ്പുമാക്കുന്നതുമായി ബന്ധപ്പെട്ട് രവീന്ദ്രൻ സ്റ്റേഷനിലെത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ പോലീസ് ഇദ്ദേഹവും തമ്മിൽ വാക്ക് തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നത്. ഇദ്ദേഹം പ്രദേശത്തെ മുതിർന്ന നേതാവാണ്. ഈ നാട്ടിലൊരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ സ്റ്റേഷനുള്ളിൽ കയറി ഇയാൾ സ്റ്റാമ്പിൽ ഒപ്പുവെക്കാൻ ശ്രമിച്ചു. ഇത് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ 2 പോലീസുകാർ തടയുകയും ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. അത്തരമൊരു സംഭവം സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം പോലീസുകാരൻ തന്നോട് മോശമായി പെരുമാറിയതെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഈ പരാതിയിലാണ് നിലവിൽ റൂറൽ SP സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി എടുത്തിരിക്കുന്നത്. ഈ പോലീസുകാർക്കെതിരെ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ഏകപക്ഷീയമായാണ് നടപടി എന്നൊരു ആക്ഷേപം പോലീസുകാർക്കിടയിൽ പോലീസ് അസോസിയേഷനിലും മറ്റും നിലവിലുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പരിശോധന റൂറൽ SP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ CPIM നേതാവിന്റെ പരാതിയിലാണ് 2 പോലീസുകാർക്കെതിരെ പ്രാഥമിക നടപടിയായി സസ്പെൻഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്.
യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിന് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് മാതാവ്. ബ്ലഡ് മണി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള കൂടിയാലോചനകൾക്ക് മാത്രം ഏകദേശം 33 ലക്ഷം രൂപ ആവശ്യമാണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നിമിഷപ്രിയയുടെ മാതാവ് പറയുന്നത് എന്താണ്? വിഷ്ണുവിലേക്ക് വരാം. അതിനു മുമ്പ് മാതാവിന്റെ പ്രതികരണം കാണാം. എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിമിഷയുടെ മോചനത്തിന് വേണ്ടി എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരുടെയും പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നൽകും. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. അശ്രദ്ധയുണ്ടായാൽ അത് സമഗ്രമായി കൈകാര്യം ചെയ്യണം. വീഴ്ച അംഗീകരിച്ച് തെറ്റ് തിരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ വിവാദം സംബന്ധിച്ച ഹർജി പരിഗണിക്കെ രാജ്യവ്യാപകമായി പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. ആരുടെയെങ്കിലും ഭാഗത്ത് അശ്രദ്ധയുണ്ടായാൽ അത് സമഗ്രമായി കൈകാര്യം ചെയ്യണം. പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസി എന്ന നിലയിൽ നീതിപൂർവം പ്രവർത്തിക്കണം. വിദ്യാർത്ഥികളുടെ പരാതിയെ അവഗണിക്കരുതെന്നും വീഴ്ചയുണ്ടായാൽ അംഗീകരിച്ച് തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കഠിനമായ പ്രവേശന പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ നടത്തിയ ശ്രമങ്ങൾ ഏജൻസി മറക്കരുതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അടുത്ത മാസം 8-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ലതികയ്ക്ക് പിന്തുണയുമായി CPIM. UDFും ചില മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരണത്തെ ചെറുക്കുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. സംഘപരിവാറിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങളാണ് CPIM ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ലതികയ്ക്കെതിരെ UDF പ്രതിഷേധം കടുപ്പിച്ച ശേഷം ആദ്യമായാണ് CPIMന്റെ പ്രതികരണം. വ്യക്തിഹത്യ നടത്തുന്ന UDFന്റെ പ്രചാരണം ചെറുക്കും. KK ലതികയെയും CPIMനെയും LDFനെയും കരിവാരിത്തേക്കാനാണ് ശ്രമം. വർഗീയ പ്രചാരണങ്ങളുടെ ഉറവിടം കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPIM സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPIM ആണ് എല്ലാവരെയും അപകീർത്തിപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ, കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ്? CPM തന്നെയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ഷാഫി പറമ്പിൽ. പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ പ്രയോഗത്തിന്റെ സൃഷ്ടാക്കളെ കാണാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ആ സാധനം പുറത്തു വന്ന ഉടനെ അത് പുറത്തു വന്ന ഫേസ്ബുക്ക് പേജുകളിലെ അഡ്മിന്മാരെ വിളിച്ച് അതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കേണ്ടതിന് പകരം പോലീസ് നേരെ മെറ്റക്ക് കത്തെഴുതുകയാണ് ചെയ്തത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നാലെ KK ലതിക ഫേസ്ബുക്കിൽ നിന്ന് കാഫിർ പോസ്റ്റ് പിൻവലിച്ചു. 24 കോഴിക്കോട്. ബീഹാറിൽ 12 കോടി ചെലവഴിച്ച് നിർമ്മിച്ച പാലം തകർന്നു. ബക്ര നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് ഉദ്ഘാടനത്തിന് മുമ്പ് തകർന്നു വീണത്. അപകടത്തിൽ ആളപായമില്ല. അരാരിയ ജില്ലയിൽ കുർസകാന്തയെയും സിക്റ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത്. പാലം ഒരു വശത്തേക്ക് ചൊരിയുന്നതിന്റെയും പാലം തകർന്നു വീഴുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലം തകർന്നത് നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലമാണെന്നും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യം ശക്തമാണ്. നേരത്തെ നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകട സമയം തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 24 ഡൽഹി. +1 സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോട് KSU പ്രതിഷേധം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുന്നതിനിടെ സംഘർഷമുണ്ടായി. SSLC പരീക്ഷയിൽ A+ നേടിയിട്ടും +1ന് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുമായി എത്തിയായിരുന്നു KSUവിന്റെ പ്രതിഷേധം. +1 പ്രവേശനത്തിനായുള്ള 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മലബാറിൽ നിരവധിയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് KSU പ്രതിഷേധവുമായി എത്തിയത്. കോഴിക്കോട് RDD ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. അവിടെ പഠിച്ചിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല, സീറ്റ് ഇതുവരെ കിട്ടിയില്ല. ഇല്ല, ഒരു സ്കൂളിൽ നിന്ന് വന്നിക്കില്ല ഇതുവരെ. പൈസ കൊടുത്ത് എവിടെങ്കിലും മാനേജ്മെന്റ് കയറാമെന്നുള്ള പൈസ ഒന്നും ഞങ്ങളെ അടുത്തില്ല. ഇപ്പോൾ
എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇവർ രണ്ടാളുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല. അത്രയും വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. ഈ മാസം 19-നാണ് മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിയുന്നതോടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമെന്നാണ് സർക്കാർ വാദം. 24 കോഴിക്കോട്. എക്സിറ്റ് പോളിന് മറവിൽ ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ആസൂത്രിത ശ്രമം നടന്നെന്ന് ഇന്ത്യ മുന്നണി സെബിക്ക് പരാതി നൽകി. വിപണിയിലെ വ്യതിയാനം സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് തിരിച്ചടിയായി. ക്രമക്കേടിൽ BJPക്ക് പങ്കുണ്ടെന്നും അന്വേഷണം വേണമെന്നും ഇന്ത്യ മുന്നണിയുടെ പരാതിയിൽ പറയുന്നു. വൻകിട കമ്പനികൾക്ക് വേണ്ടിയായിരുന്നു വ്യാജ എക്സിറ്റ് പോളുകൾ എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് ഫലത്തിനു മുൻപ് വിപണി കുതിച്ചതിലും ഫലം വന്നതിന് പിന്നാലെ വിപണി തകർന്നതിലും പ്രധാനമന്ത്രിക്കും BJP നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നു. ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാൻ വ്യാജ എക്സിറ്റ് പോളുകൾ നടത്തിയതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ സെബിക്ക് കത്ത് നൽകിയിരുന്നു. JPC അന്വേഷണം ആവശ്യത്തിനൊപ്പം സെബി കൂടി അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. ഫലപ്രഖ്യാപന ദിനത്തിൽ മാത്രം വിദേശ നിക്ഷേപകർ 12,436 കോടി രൂപ പിൻവലിച്ചതായി പരാതിയിൽ വ്യക്തമാക്കുന്നു. ഫലപ്രഖ്യാപന ദിനത്തിൽ സെൻസെക്സ് 6% ഇടിഞ്ഞിരുന്നു. ജൂൺ 7 വരെ വിദേശ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് 18,109 കോടി രൂപയാണ് പിൻവലിച്ചത്. എക്സിറ്റ് പോൾ തരംഗമുണ്ടാക്കി വിപണി വൻകിടക്കാർക്ക് അനുകൂലമാക്കിയെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആരോപണം. അനുകൂല നിലപാട് സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിക്കും. 24 ഡൽഹി. ബംഗാളിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം സംബന്ധിച്ച് റെയിൽവേ ബോർഡും ജീവനക്കാരുടെ സംഘടനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹയുടെ പ്രസ്താവനയ്ക്കെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നു. ഉത്തരവാദിത്വം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ജീവനക്കാർ വ്യക്തമാക്കി. അപകടമുണ്ടായ ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പശ്ചിമ ബംഗാളിലെ ഫാൻസി ഡവയിൽ ഇന്നലെയുണ്ടായ വൻ ട്രെയിൻ അപകടത്തിന് കാരണം മാനുഷികമായ പിഴവെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഗൂഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റ്മാരുടെ സംഘടന രംഗത്ത് വന്നു. റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും മുമ്പ് അപകടത്തിന്റെ ഉത്തരവാദിത്തം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രതികരിച്ചു. അതേസമയം ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ അവഗണിച്ചിട്ടില്ലെന്നാണ് വിവരം. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം തകരാറിലായതിനാൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന് രാവിലെ 8:20-നും ഗൂഡ്സ് ട്രെയിന് 8:35-നും കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കാഞ്ചൻജംഗ എക്സ്പ്രസിലെ മറ്റ് യാത്രക്കാരെ ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ സിയാൽദയിൽ എത്തിച്ചു. അപകടം നടന്ന പ്രദേശത്ത് റെയിൽവേ ലൈൻ 12 മണിക്കൂറിനകം പുനഃസ്ഥാപിച്ച് സർവീസ് പുനരാരംഭിച്ചതായി നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ അറിയിച്ചു. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. കൊല്ലം പുനലൂർ മണിയാറിൽ മിന്നലേറ്റ് 2 തൊഴിലാളികൾ മരിച്ചു. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവരാണ് മരിച്ചത്. എറണാകുളം പനങ്ങാടിന് സമീപം ചേപ്പനത്ത് ഇടിമിന്നലേറ്റ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. കൊല്ലം പുനലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് 2 പേർക്ക് ഇടിമിന്നലേറ്റത്. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പുനലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായതായി പ്രദേശവാസി. 11-11:30 ഇടയ്ക്കായിരുന്നു സംഭവം. അപ്പോൾ ഇടി വെട്ടും ഭയങ്കര ഇടിയായിരുന്നത്. അങ്ങനെ ഇടി വെട്ടിക്കഴിഞ്ഞപ്പം ഇത് മഴയൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ താഴെ ഞാൻ 2 ചേച്ചിമാരും കൂടെ മേലോട്ട് കയറി വന്നു. അന്നപ്പോഴേ ഇവർ 2 പേരും ആ ആഞ്ഞിലിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. എറണാകുളം പനങ്ങാടിന് സമീപം ചേപ്പനത്ത് മീൻ പിടിക്കാൻ പോയ 2 പേർക്ക് കായലിൽ വെച്ചാണ് ഇടിമിന്നലേറ്റത്. മിന്നലിന്റെ ആഘാതത്തിൽ ചെറുവള്ളം തകർന്നു. വെള്ളത്തിൽ വീണ തോപ്പുംപടി സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ സൗദി പുളിയമ്പള്ളി സിബി ജോർജിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 24 കൊട്ടാരക്കര. മലപ്പുറം നാടുകാണി ചുരത്തിൽ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയിലാണ് 4 കാട്ടാനകൾ നാടുകാണി ചുരത്തിലേക്ക് ഇറങ്ങിയത്. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. നാടുകാണി ചുരത്തിൽ തേൻപാറയ്ക്ക് സമീപവും തകരപ്പാടിയിലുമായി 2 കാറുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമണമുണ്ടായത്. തേൻപാറയ്ക്ക് സമീപം ഒരു കുട്ടിയാന ഉൾപ്പെട്ട 4 അംഗ സംഘം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇതിലൊരു ആന കാർ കുത്തി മറിച്ചിടാൻ ശ്രമിച്ചു.
കാർ അതിവേഗം മുന്നോട്ടെടുത്തു പോയതിനാൽ അപകടം ഒഴിവായി. തകരപ്പാടിയിൽ വെച്ച് എടക്കര മധുര സ്വദേശി സുനിൽ ബാബുവിന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായി. 2 കാട്ടാനകളാണ് കാർ ആക്രമിച്ചത്. കാറിന്റെ മുൻഭാഗം തകർന്നു. ചുരം വഴി സഞ്ചരിച്ച യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പെരുന്നാൾ അവധി ദിനമായ ഇന്നലെ വലിയ തിരക്കായിരുന്നു അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിലുണ്ടായത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ചുരത്തിലിറങ്ങുന്നത് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ പറഞ്ഞു. 24 മലപ്പുറം. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.